അസ്സലാമു അലൈക്കും. അറിയില്ല മോനെ, എന്നോട് ഒന്നും പറഞ്ഞില്ല. നിന്നെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതും ഇന്ന് തന്നെ. ഇന്നോ? സമയം പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരമാണ്. ബാക്കിയെല്ലാം ആ കുട്ടി നിന്നെ വിളിച്ചു പറയും. അതിന് എൻ്റെ നമ്പർ അവളെ കയ്യിലില്ലല്ലോ അംസക്ക. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും എന്തിനായിരിക്കും അംസക്ക അവൾ എന്നെ ഇന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത്? എൻ്റെ ഷാനു, നീ ഇങ്ങനെ ടെൻഷനാവല്ലേ. ആ കുട്ടിക്ക് നിന്നോട് എന്തെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടാവും. അന്ന് നിങ്ങൾ കുറച്ച് സമയമല്ലേ സംസാരിച്ചത്? ആ കുട്ടി നിന്നെ വിളിക്കും, ബാക്കിയെല്ലാം നീ സംസാരിക്കട്ടോ. എന്തായാലും നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ അവളെ കണ്ടു കഴിഞ്ഞ ശേഷം അംസക്കാനെ വിളിക്കാട്ടോ. എന്നാൽ ശരി മോനെ. എന്നാലും അവൾ എന്തിനാവും അർജൻറ്റായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇനി ഇഷ്ടമല്ലെന്ന് പറയാനാവോ? അങ്ങനെയാണെങ്കിൽ ബ്രോക്കറോട് പറയേണ്ടതല്ലേ. ആകെയുള്ള സമാധാനം പോയല്ലോ. ഫോൺ ചാർജിലിട്ട് അവൻ ഫ്രഷ് ആവാൻ കയറി. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഡ്രസ് പോലും മാറാതെ വേഗം പോയി കോൾ അറ്റൻഡ് ചെയ്തു. വിളിക്കുന്നത് അവൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ധൃതിയോടെ കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ. മറുവശത്ത് നിന്നും വളരെ മധുരമായ ശബ്ദത്തിൽ ഹലോ എന്നുള്ള ശബ്ദം കാതിൽ വന്ന് പതിഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായി അത് ഇവളാണെന്ന്. ഞാൻ ജിൻഷിതയാണ്. അത് ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ ബിസിയാണോ? അല്ല, പറഞ്ഞോ. ഇന്ന് വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, കാണാലോ. ഓഫീസിൽ നിന്ന് എപ്പോഴേ ഇറങ്ങാം? 5 മണിയാവും. വേണേൽ ഞാനിന്ന് അല്പം നേരത്തെ ഇറങ്ങാം. അത് ബുദ്ധിമുട്ടാവുമോ? എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ മീറ്റ് ചെയ്യുന്ന സ്ഥലവും സമയവും പറഞ്ഞോ. ഞാൻ 4 മണിയാവുമ്പോഴത്തേന് അവിടെ എത്താം. താങ്ക് യു. ഇത് വാട്സപ്പ് നമ്പറാണോ? അതെ. എങ്കിൽ ഞാൻ സമയവും സ്ഥലം വാട്സപ്പ് ചെയ്യാട്ടോ. നിങ്ങൾ ഫ്രീ ആവില്ലെന്ന് കരുതി ഞാൻ സ്ഥലവും സമയമൊന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, നീ കൺഫേം ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, എന്നാൽ വൈകിട്ട് കാണാട്ടോ. അവളോട് അല്പം സംസാരിച്ചപ്പോൾ ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അവൾ എന്തിനാവും എന്നെ കാണണമെന്ന് പറഞ്ഞത്? അവളെ സംസാരത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഹംസക്ക പറഞ്ഞതുപോലെ മനസ്സ് തുറന്ന് എന്തെങ്കിലും സംസാരിക്കാനാവും. ഉമ്മ, ഷാന് പോയോ? ഉറക്കം ഉണർന്നു വന്നു എൻ്റെ പുന്നാരമോൻ. നീ ഇങ്ങനെ ഉച്ചവരെ കിടന്നുറങ്ങാതെ വല്ല ജോലിയും കിട്ടുമെന്ന് അന്വേഷിക്കുക. പെണ്ണ് കെട്ടണമെന്ന് 24 മണിക്കൂറും പറയുന്നുണ്ടല്ലോ. ജോലിയും കൂലി ഇല്ലാത്ത നിനക്ക് ആരാ പെണ്ണ് തരുന്നത്? തുടങ്ങി ഉമ്മ രാവിലെ തന്നെ. ഞാൻ പറയുന്നതാണ് നിൻ്റെ കുഴപ്പം. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉമ്മ മറുപടി പറ. ഷാന് പോയോന്ന്? ഇല്ല. എങ്കിലും ഉമ്മ, എനിക്ക് അവനോട് ഒരു 5000 രൂപ തരാൻ പറ. എന്ത്? ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഉമ്മ അത് നിർത്തിവെച്ച് അത്ഭുതത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ പറഞ്ഞത് ഉമ്മാക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അത്ഭുതത്തോടെ ചോദിച്ചത്. ഉമ്മ ഇങ്ങനെ നെട്ടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നീ ഇപ്പോൾ എന്താ പറഞ്ഞത്? എന്താ? എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഉമ്മ, എനിക്കൊരു 5000 രൂപ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. 5000 രൂപയെ എന്തിന്? ഫ്രണ്ട്സൊക്കെ എല്ലാവരും ടൂറ് പോകുന്നുണ്ട്, എനിക്കും പോകണം. നിൻ്റെ ഫ്രണ്ട്സ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്, അല്ലാതെ നിന്നെപ്പോലെ ഇരുന്നിട്ടല്ല. കഴിഞ്ഞ മാസം ഇതുപോലെ എന്തോ ആവശ്യം പറഞ്ഞ് അവനോട് 5000 വാങ്ങിയത്. ഇപ്പോഴും അവനോട് പൈസ ചോദിക്കുമ്പോൾ അവന് ദേഷ്യം വരൂലേ? ആദ്യം നീ ഒരു ജോലിയൊക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് ടൂറ് പോവാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉമ്മാക്ക് ചോദിക്കാൻ പറ്റൂല്ലേ? എനിക്ക് പറ്റില്ല. നീ തന്നെ പോയി ചോദിച്ചു നോക്ക്. എപ്പോഴും ഞാനല്ലേ ചോദിക്കുന്നത്? പ്ലീസ് ഉമ്മ ഒരു തവണയും കൂടി മാത്രം ഉമ്മ ഒന്ന് ചോദിച്ചു നോക്ക്. പിന്നെ ഞാൻ ക്യാഷ് ചോദിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കൂല, സത്യം. ഇത് തന്നെയല്ലേ എപ്പോഴും അവനോട് പൈസ ചോദിക്കുമ്പോൾ നീ പറയാറ്? എനിക്കൊരു ജോലി കിട്ടിയാൽ മുതലും പലിശയും ചേർത്ത് ഞാൻ അവനെ തിരിച്ചു കൊടുത്തോളാം, പോരെ? കിട്ടും, കാത്തിരുന്നോ. ഉമ്മ, അവൻ കഴിക്കാൻ വരുന്നുണ്ട്. ഞാൻ പോയി ഭക്ഷണം ടേബിളിൽ കൊണ്ടുവെക്കട്ടെ. ഉമ്മ അവനോട് ചോദിക്കാമോ? ഞാനൊന്ന് നോക്കട്ടെ, നീ മിണ്ടാതിരി. മോനെ ഷാനോ. ഭക്ഷണം കഴിച്ച് കൈ കഴുകി ബാഗുമെടുത്ത് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഉമ്മാൻ്റെ വിളി. എന്തേ ഉമ്മ? അത് പിന്നെ നിന്നോട് ഷാഹി ഒരു കാര്യം ചോദിക്കാൻ ഏൽപ്പിച്ചു. എന്ത് കാര്യം? അവനൊരു 5000 രൂപയുടെ ആവശ്യമുണ്ട്, നിന്നോട് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അവനെന്തിനാ അപ്പോൾ 5000 രൂപ? അത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ടൂറ് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവനും ഒരാഗ്രഹം. കഴിഞ്ഞ മാസം ഇതുപോലെ എന്തോ പറഞ്ഞല്ലേ എന്നോട് ക്യാഷ് വാങ്ങിയത്? ഇങ്ങനെ ടൂറ് പോകുന്ന സമയം കൊണ്ട് ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ. അതെങ്ങനെയാണ്? ജോലി വേണമെന്നൊരു ചിന്ത വേണ്ടേ? അവൻ്റെ ആവശ്യങ്ങൾ ഒരു മുടക്കം കൂടാതെ നടത്തി തരാൻ ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ജോലിയുടെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അവന് ഒരു ജോലി കിട്ടിയാൽ നിന്നോട് വാങ്ങിയ പൈസ എല്ലാം തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എങ്കിൽ അവൻ അധ്വാനിക്കുന്ന കാശ് എനിക്ക് തരാനേ കാണൂ. അത് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ മുഖം
കുനിഞ്ഞുപോയി. ഇനി ഞാൻ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് ടൂർ എന്ന ആഗ്രഹം കുഴിച്ചു മുടണ്ട. അവനോട് പറഞ്ഞേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന്. പിന്നെ വേറൊരു കാര്യം, എന്നെ ഈ ഓഫർ പ്രതീക്ഷിക്കേണ്ട എന്ന് പുന്നാരി മോനോട് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് ഷാനു ബൈക്ക് എടുത്ത് പുറത്തേക്കിറങ്ങി. ഓ, അവൻ്റെ ഒരു ജാട കണ്ടില്ല. ഒരു 5000 ഉലുവ ചോദിച്ചതിനാ ഈ ഡയലോഗ്. ഷാനു പോവാൻ കാത്തുനിന്നതുപോലെ ആയിരുന്നു എല്ലാം കേട്ടു നിന്ന ഷാഹി പുറത്തേക്ക് വന്ന ഉമ്മാനെ നോക്കി പറഞ്ഞത്. മറ്റൊരാൾ മുമ്പിലേ കൈ നീട്ടുമ്പോൾ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും. അതിനാണ് സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് പറയുന്നത്. ഉമ്മ നോക്കിക്കോ, ഉടനെ തന്നെ നല്ലൊരു ജോലി ഞാൻ സെറ്റാക്കും. എന്നിട്ട് വേണം അവൻ്റെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ. ഓ പൊന്നാര മോനെ, അതൊന്ന് ജോലി ശരിയാവട്ടെ, എന്നിട്ട് മതി നിൻ്റെ ഈ ഡയലോഗ്. നിനക്ക് വേണേൽ വന്ന് കഴിക്കാൻ നോക്കി. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്. ഓഫീസിലെത്തി ആദ്യം നോക്കിയത് അവളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നായിരുന്നു. പക്ഷേ ഇതുവരെ മെസ്സേജൊന്നും വന്നിട്ടില്ല. വൈകിട്ട് മീറ്റ് ചെയ്യേണ്ട സ്ഥലവും സമയവുമെല്ലാം വാട്സാപ്പിൽ അയക്കാമെന്നാണല്ലോ അവൾ പറഞ്ഞത്. ഇനി അവളത് മറന്നുപോയി കാണോ? ഏയ്, മറക്കാൻ വഴിയില്ല. കാരണം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അവളല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് കാണും. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലെങ്കിലൊന്ന് വിളിച്ച് നോക്കാം. ഇന്ന് ഒത്തിരി വർക്കുള്ളത് കൊണ്ട് ഫോണിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല. ലഞ്ച് സമയം ആയതിനു ശേഷമാണ് ഫോൺ എടുത്ത് നോക്കിയത്. ആദ്യം നോക്കിയത് അവളുടെ മെസ്സേജ് ഉണ്ടോ എന്നായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ അവളുടെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. മീറ്റ് ചെയ്യേണ്ട സ്ഥലവും സമയവും അയച്ചിട്ടുണ്ട്. അവളെ മെസ്സേജ് കണ്ടതിന് ശേഷം എന്തോ ഒരു വെപ്രാളമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വർക്കുകളെല്ലാം നേരത്തെ തീർത്ത് 4 മണിക്ക് മുമ്പേ ഓഫീസിൽ നിന്നിറങ്ങി. അവളെ കാണാനുള്ള ആകാംക്ഷയും അവൾക്ക് എന്താവും എന്നോട് പറയാനുള്ള ടെൻഷനുമാണ് അവൾ 4:30 എന്ന് പറഞ്ഞിട്ടും 4 മണിക്ക് മുമ്പേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ഓഫീസിന് അരികിലായി ഒരു ചെറിയ തട്ടുകടയുണ്ട്. അവിടെ നിന്ന് ലെമൺ ജ്യൂസ് വാങ്ങിക്കുടിച്ച് മനസ്സിനെ ഒന്ന് തണുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടു. അവിടെ എത്തി മുടിയൊക്കെ ഒന്നുകൂടി ചേക് വെച്ച് അവളെ വെയിറ്റ് ചെയ്ത് ഫോണും എടുത്ത് ചുമ്മാ അതിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സമയം നോക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, സമയം പോവാത്തൊരു ഫീൽ. ഓഫീസിലാവുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല. ചുമ്മാ ഫോണിൽ തോണ്ടിക്കളിച്ച് അവൾ പറഞ്ഞ സമയമായി തുടങ്ങി. അപ്പോഴിതാ ഒരു കോൾ വരുന്നതും അവളാവുമെന്ന് കരുതി കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് കൂട്ടുകാരൻ നിഹാദായിരുന്നു. ഒത്തിരി സമയമായോ എന്നിട്ട്? അവനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ മധുരമുള്ള സ്വരം കാതിലേക്ക് വന്നു പതിഞ്ഞു. അവളെ കണ്ട ഉടനെ അവനോട് ഞാൻ പിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി. ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ഇല്ല, ഇപ്പോൾ വന്നേയുള്ളൂ. ഞാൻ നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നു എന്ന് അവൾ അറിയണ്ട. അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. റെഡ് കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം. കൺമഷി എഴുതിയിട്ടുണ്ട്. മുഖത്ത് ചായങ്ങളോ ചമയങ്ങളോ ഒന്നും തന്നെയില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഓവർ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ആളാണെന്ന്. അതേസമയം അവളും നോക്കിക്കാണുകയായിരുന്നു അവനെ. ഒരു ക്രീം കളർ ഷർട്ടും നീല ജീൻസുമായിരുന്നു അവൻ്റെ വേഷം. കട്ടത്താടിയും കട്ടുമെഷിയും അവൻ്റെ കറുപ്പ് കളറിനെ ഒന്നുകൂടെ ഭംഗി കൂട്ടിയിരുന്നു. അന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നതിനേക്കാൾ സുന്ദരനായിട്ടുണ്ട്. അവളുടെ നോട്ടം അവനിലാണെന്ന് കണ്ടതും അവനിൽ വല്ലാത്തൊരു ചമ്മൽ അനുഭവപ്പെട്ടു. എന്നോട് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട്? അവൻ്റെ ആ ചോദ്യമാണ് അവളുടെ കണ്ണുകൾ അവനിൽ നിന്ന് പിൻവലിക്കാൻ പ്രേരിപ്പിച്ചത്. നമുക്കടുപ്പം നടന്നാലോ? അതിനെന്താ, നടക്കാലോ. ഞാൻ എൻ്റെ ബൈക്കൊന്ന് സൈഡാക്കി വെക്കട്ടെ. ബൈക്ക് സൈഡാക്കി വെച്ച് അവർ 2 പേരും കൂടെ സംസാരിച്ചു കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴും അവൾക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങൾ ഇതുവരെ അവൾ തുറന്നു പറഞ്ഞിട്ടില്ല. ചോദിക്കാനാണെങ്കിൽ അവന് മടിയും. നമുക്കൊരു കോഫി കുടിച്ചാലോ? നടക്കുന്ന വഴി ഒരു തട്ടുകട കണ്ടപ്പോൾ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവൾക്ക് പറയാനുള്ള കാര്യം ഇവൾ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനി എന്നെ ഇഷ്ടമില്ലെന്ന് പറയാനാവോ ഈ കൂടിക്കാഴ്ച? ഹലോ, ഈ കോഫി വാങ്ങിക്കേ. അപ്പോഴേക്കും അവൾ ഓർഡർ ചെയ്ത കോഫി ഞങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു. ചൂട് കോഫി ഓതിക്കൊണ്ടവൾ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവൾ എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് അറിയാത്ത ടെൻഷനും. കോഫി കുടിച്ചു കഴിഞ്ഞ് ഞാൻ ക്യാഷ് കൊടുക്കാൻ നിൽക്കുമ്പോൾ എന്നേക്കാൾ മുമ്പേ അവൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞിരുന്നു. നീ എന്തിനാ ക്യാഷ് കൊടുത്തത്? ഞാൻ കൊടുക്കില്ലായിരുന്നോ? ആരായാലും അവർക്ക് ക്യാഷ് കിട്ടിയാൽ പോരെ. നീ എന്താ ഇപ്പോഴും എന്നോട് പറയാനുള്ള കാര്യം പറഞ്ഞിട്ടില്ല? പറയാം, അതിനു മുമ്പേ ഇയാൾക്ക് ക്ഷമയുണ്ടോയെന്നറിയണം. ഓ, അപ്പോൾ ഞാൻ ഊഹിച്ച കാര്യം തന്നെ. എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയാനാവും. അത്യാവശ്യത്തിന് ക്ഷമയുള്ള ആളാണ് ഞാൻ. കാരണം വളർന്ന സാഹചര്യം അങ്ങനെയാണല്ലോ. എങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ക്ഷമയോടെ കേൾക്കണം. നീ ഇങ്ങനെ കാര്യം പറയാതെ എന്നെ ടെൻഷനാക്കുമ്പോഴാണ് എൻ്റെ ക്ഷമ നശിക്കുന്നത്. നീ കാര്യം പറ. അത് കേൾക്കെ അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. നീ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. എനിക്ക്
എനിക്ക് പഠിക്കണം. വിവാഹം കഴിഞ്ഞാലും എന്നെ പഠിക്കാൻ വിടാമോ? ഓ, ഇതാണോ നിനക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതെ. ഓ, വെറുതെ മനുഷ്യന് കുറേ ടെൻഷനായി. അവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് അവൾ കേൾക്കാതെ പറഞ്ഞു, ഒരു നേഴ്സാവുക എന്നതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. വിവാഹം അതിന് തടസ്സമാകുമോ എന്നൊരു പേടി. വിവാഹത്തിന് മുൻപേ അതേക്കുറിച്ച് സംസാരിച്ച് ഒരു ധാരണയിലെത്താമെന്ന് കരുതി അതാണ് നേരിൽ കാണണമെന്ന് പറഞ്ഞത്. എൻ്റെ ഉപ്പാൻ്റെ അഭിപ്രായം വിവാഹം വരെ ഞാൻ നിന്നെ പഠിപ്പിക്കും, പിന്നെയുള്ളത് നിന്റെ കെട്ടുന്നവൻ്റെ തീരുമാനമാണ് എന്നാണ്. അവനും അവൻ്റെ വീട്ടുകാർക്കും താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് തുടർന്ന് പഠിക്കാമെന്നാണ് ഉപ്പ പറഞ്ഞത്. ഞാൻ പഠിക്കാൻ പോകുന്നതിനോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം കേട്ടോ. കാരണം നിങ്ങളെ കൈപ്പിടിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ കണ്ട സ്വപ്നങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ കുഴിച്ചു മൂടാലോ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടയേറിയിരുന്നു. നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്? നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിന്നെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ നിൻ്റെ സ്വപ്നങ്ങളൊന്നും കുഴിച്ചു മുണ്ടിടുന്നില്ല. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാം. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. താങ്ക് യു സോ മച്ച്. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വരെ വന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. അത് പറയുമ്പോൾ അവളിൽ വല്ലാത്തൊരു സന്തോഷം ഞാൻ കണ്ടു. വിവാഹം എന്ന ചടങ്ങോടെ പല പെൺകുട്ടികളുടെയും സ്വപ്നങ്ങൾ ഭർത്തൃവീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാറുണ്ട്. ആ പേടിയാവാം വിവാഹത്തിന് മുമ്പേ ഒരു തുറന്ന സംസാരത്തിന് തയ്യാറായത്. അല്ലെങ്കിലും തുറന്നുള്ള സംസാരമാണല്ലോ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം തന്നെ. അല്ല, ഇനി നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ്റെ ടെൻഷൻ മാറ്റാൻ എന്നോണം അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കാരണം തെളിഞ്ഞ മനസ്സോടെ വേണം ഇവിടുന്ന് പോവാൻ. വീട്ടിൽ പോയി ടെൻഷനാവാൻ വയ്യ, അതുകൊണ്ടാണ്. ഏയ്, ഇനി എനിക്കൊന്നുമില്ല. ഇതായിരുന്നു എൻ്റെ ആവശ്യം. അതിനുള്ള പരിഹാരവും കണ്ടല്ലോ. ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നേരിൽ സംസാരിക്കുന്നതാണെന്ന് തോന്നി. അതുകൊണ്ടാട്ടോ നേരിൽ കാണണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് സന്തോഷത്തോടെ പോവാം. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടൊന്നായില്ലല്ലോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടായില്ല. എന്നാ വാ, സമയം ഇരുട്ടി തുടങ്ങി. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. അതെന്താടോ? എൻ്റെ കൂടെ വന്നാൽ ഞാൻ ആ വഴിയല്ല പോകുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ആവണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഓ പിന്നെ, നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ എനിക്കെന്ത് ബുദ്ധിമുട്ടാണ്? സന്തോഷമല്ലേ ഉള്ളൂ. അവളെ വീട്ടിൽ വിട്ട ശേഷം നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മറത്ത് മാമൻ ഇരിപ്പുണ്ട്. മാമൻ ഒത്തിരി നേരമായി വന്നിട്ട് ബൈക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വന്നേയുള്ളൂ. നീ ഇന്ന് വൈകിയോ വരാൻ? ആ, കുറച്ച് വൈകി. മാമ ഒന്ന് ഇരിക്കട്ടോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരാം. ആ ഷാനു, അംസ എന്നെ വിളിച്ചിരുന്നു കേട്ടോ. അവർക്ക് വേഗം കല്യാണം വേണമെന്നാണ് പറഞ്ഞത്. നിൻ്റെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാലോ. എല്ലാം മാമ തീരുമാനിച്ചാൽ മതി. എനിക്ക് മാമല്ലേ ഉള്ളൂ തീരുമാനിക്കാനും തീരുമാനം എടുക്കാനൊക്കെ. എങ്കിൽ അടുത്ത മാസം ഫസ്റ്റിനെ ആക്കിയാലോ? എന്താ എൻ്റെ അഭിപ്രായം? എനിക്ക് സമ്മതം. ഇനി പെണ്ണിനെ കാണാൻ പോകുന്ന ചടങ്ങ് വല്ലതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉടനെ നടത്തണം. ഉമ്മാനെ നോക്കിയായിരുന്നു മാമൻ്റെ ചോദ്യം. എല്ലാവരും ഇവൻ്റെ വിവാഹത്തിന് കാത്തിരിക്കുന്നവരാണ്. കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ കാണാൻ പലർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് വേണമെന്നാ എൻ്റെ അഭിപ്രായം. അതെ, ഉമ്മ പറഞ്ഞത് ശരിയാ. എൻ്റെ പെണ്ണിനെ കാണാൻ പലർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അധികം വൈകാതെ നമുക്ക് ആ ചടങ്ങ് നടത്താം. മാമ അംസക്കാനെ വിളിച്ച് സംസാരിച്ച് നോക്കി. പെണ്ണിൻ്റെ വീട്ടുകാർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് നടക്കാം. ആയിക്കോട്ടെ, ഞാൻ ഇന്ന് തന്നെ അവനെ വിളിച്ച് സംസാരിക്കട്ടെ. അതും പറഞ്ഞ് മാമൻ അവിടെ നിന്ന് പോയി. രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കുമ്പോൾ മാമയാണ്. ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. അവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നാണ് അവർ ബ്രോക്കറെ അറിയിച്ചത്. കാരണം ആ വീട്ടിലെ ആദ്യത്തെ കല്യാണമല്ലേ. അത് നടക്കാൻ പോകുന്ന ത്രില്ലിലാണ് അവർ. അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് അടുത്ത ആഴ്ച തന്നെ നടത്താമെന്ന് ബ്രോക്കറെ അറിയിച്ചത്. ഷാനു ഫോൺ മാറ്റി വെച്ച് കിടക്കാൻ പോകുമ്പോഴാണ് ഡോറിൽ തട്ടിക്കൊണ്ടുള്ള ഉമ്മാൻ്റെ വിളി കേട്ടത്. എന്താ ഉമ്മ? എന്തായി? ബ്രോക്കർ പറഞ്ഞോ? ആ, ഇപ്പോൾ ഞാൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവർക്ക് സമ്മതമാണെന്നാണ് ബ്രോക്കർ പറഞ്ഞത്. അതുകൊണ്ട് ഉടനെ തന്നെ ആ ചടങ്ങ് നടത്തണം. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ നിന്നോട് വേറെ ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. എന്തേ? പെണ്ണ് കാണാൻ പോകുമ്പോൾ എൻ്റെ അനിയത്തെ മക്കളെ വിളിച്ചോട്ടെ. നിനക്ക് ഇഷ്ടമാവില്ലെന്നറിയാം, എന്നാലും ചോദിച്ചു എന്നേ ഉള്ളൂ. നിൻ്റെ വിവാഹം ശരിയായെന്ന് കേട്ടപ്പോൾ അവൾക്കൊരാഗ്രഹം, വിവാഹത്തിന് മുമ്പേ നിൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ. ഒരുപാട് തവണ എന്നെ കറുമ്പൻ എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ്. അവന് ഈ ജന്മത്തിൽ പെണ്ണ് കിട്ടില്ലെന്നും
ഇവനെ കാത്തു നിന്നാൽ ഷാഹിയുടെ ലൈഫ് ഇവിടെ ഇല്ലാതുമാകുമെന്നും എത്രയോ തവണ ഞാൻ കേൾക്കെ ഉമ്മാനോട് പറഞ്ഞതാ. അന്ന് വെറുത്തു പോയതാ സ്ത്രീയെ. ഷാനു, നീ ഒന്നും പറഞ്ഞില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഞാൻ പറഞ്ഞത് ഇഷ്ടമായി കാണില്ല, അതാണ് താല്പര്യമില്ലാതെ മൂളിപ്പോകുന്നത്. അവരെയൊക്കെ എന്ത് വിശ്വസിച്ചാണ് കൊണ്ടുപോകേണ്ടത്? അവിടെ പോയി എന്തെങ്കിലും പാര വെക്കില്ലെന്ന് എന്താ ഉറപ്പ്? തള്ളയുടെ സ്വഭാവം വെച്ച് അതിന് ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മാമനോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കാം. അങ്ങനെ പെണ്ണിനെ കാണാൻ പോകുന്ന ദിവസം വന്നു. ഞാൻ ക്ഷണിച്ചവർ അല്ലാതെ നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൂടെ ഉമ്മാൻ്റെ അനിയത്തിയും മക്കളുമുണ്ട്. മുൻപ് എന്നെ കളിയാക്കുവാർ ഇന്ന് എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇതൊക്കെ എന്തിനുള്ള ഷോപ്പിംഗ് ആണെന്ന് ആർക്കറിയാം. എനിക്ക് ഈ സ്ത്രീയെ വിളിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ മാമൻ പറഞ്ഞതാ, നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവല്ലേ, അതുകൊണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിച്ചു വെക്കണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീയെ വിളിച്ചത്. നിന്റെ പെണ്ണിൻ്റെ പേരെന്താ ഷാനു? കിളവി എന്നോട് എന്തൊക്കെയോ ചോദിച്ചറിയണമെന്നുണ്ട്. അതിനാണ് അവളെ പേരും ചോദിച്ച് എൻ്റെ റൂമിലേക്ക് വന്നത്. അവളെ പേര് ജിൻഷിത. താല്പര്യമില്ലാതെ അവൻ പറഞ്ഞു. പെണ്ണ് കാണാൻ സുന്ദരിയാണെന്ന് നിൻ്റെ ഉമ്മ പറഞ്ഞു. എന്തായാലും കുറച്ച് നേരം വൈകിയാലും സുന്ദരിയെ തന്നെ നിനക്ക് കിട്ടിയല്ലോ, നിൻ്റെ ഭാഗ്യം. ആ സംസാരത്തിൽ ഒരു കളിയാക്കൽ ഫീൽ ചെയ്തു. അല്ലെങ്കിലും ഈ കിളവിക്ക് പണ്ടേ എന്നെ കുത്തി നോവിക്കാൻ ഭയങ്കര മിടുക്കാണ്. അല്ല, നീ വരുന്നില്ലേ? ഇല്ല, അത് മോശമായിപ്പോയി. നിൻ്റെ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നീ കൂടെ പോവണ്ടേ? ഞാൻ കണ്ടതല്ലേ, ഇന്ന് നിങ്ങളെല്ലാവരും പോയി കണ്ടുവാ. അവിടെ ഒരുപാട് ആളുകളെ കാണുന്നില്ലേ? ഒത്തിരി പേര് പോകുന്നുണ്ടോ? എന്തെല്ലാം ഈ കിളവിക്ക് അറിയണം. ഒരു 50 പേര് പോകുന്നുണ്ട്. മോനെ ഷാനു. മാമൻ്റെ വിളി കേട്ടതും അവൻ പുറത്തേക്കിറങ്ങി. ഞങ്ങൾ ഇറങ്ങുക, എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വരാം മാമ. മാമൻ റൂമിൽ നിന്നിറങ്ങിയതും ഫോണെടുത്ത് വേഗം അവളെ വിളിച്ചു. അവൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ് അവർ ഇറങ്ങുമ്പോൾ അവളെ വിളിച്ചു പറയണമെന്ന്. അവളെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വേഗം പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും എല്ലാവരും പോവാൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇതേ സമയം പെണ്ണിൻ്റെ വീട്ടിൽ ആ കറുമ്പന് ഇത്രയും നല്ല പെണ്ണോ? വന്നവർക്ക് മുമ്പിലേക്ക് പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന ഷാനുവിൻ്റെ പെണ്ണിനെ നോക്കിയായിരുന്നു ഉമ്മാൻ്റെ അനിയത്തിയുടെ ചോദ്യം. അതേസമയം മറ്റുള്ളവരിൽ ഷാനുവിന് ഇത്രയും നല്ല പെൺകുട്ടിയെ കിട്ടിയതിലുള്ള സന്തോഷത്തിലായിരുന്നു. ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലാതെ ഇത്രയും നല്ലൊരു പെണ്ണിനെ ആ കറുമ്പന് കിട്ടൂല. നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ലേ, വല്ല പ്രണയത്തിലും കുടുങ്ങി ആരോ തേച്ചിട്ട് പോയതാവും. അതാണ് വീട്ടുകാർ അവൻ്റെ നിറമൊന്നും നോക്കാതെ ധൃതി പിടിച്ച് അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇതിനെ ആരെങ്കിലും കയ്യിലേൽപ്പിച്ചാൽ അല്ലേ ഇതിൻ്റെ അനിയത്തികൾക്ക് ആരെങ്കിലും വരൂ? അങ്ങനെ എന്തെങ്കിലും ആവോ? പിന്നെ അല്ലാതെ. പെണ്ണ് കാണാൻ നേരമില്ലാതെ അല്ലേ അവർക്ക് വേഗം കല്യാണം വേണമെന്ന് പറഞ്ഞത്? ഇതിൽ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? നീ ഒന്ന് സൂക്ഷിച്ചോ, കാരണം നിൻ്റെ വീട്ടിൽ അല്പം സൗന്ദര്യം തൊലിവെളുപ്പുള്ള ഒരുത്തുള്ളതാ. ഇവൾ അവിടെ വന്ന് അവനെ കൈയും കാലും കാണിച്ച് മയക്കിയെടുക്കാൻ ശ്രമിക്കും. വീട്ടിലെത്തിയിട്ടും ഉമ്മാൻ്റെ മനസ്സിൽ ഉമ്മാൻ്റെ അനിയത്തി പറഞ്ഞ വാക്കുകളായിരുന്നു. ഇനി അവൾ പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് വല്ല പ്രണയം ഉണ്ടാവുമോ? അതാവോ അവർ വേഗം വിവാഹം വേണമെന്ന് പറഞ്ഞത്? പറയാൻ പറ്റൂല, പഠിക്കാൻ പോകുന്ന പെണ്ണാ. എങ്ങനെയുള്ള സ്വഭാവമാണെന്ന് ആര് കണ്ടു? ഉമ്മാക്ക് എന്താ ഒരു ആലോചന? ഷാനുവിൻ്റെ പെണ്ണിനെ കണ്ടു വന്നത് മുതൽ ഉമ്മാക്ക് വെറും ആലോചനയാണല്ലോ. ഇതിന് മാത്രം ആലോചിക്കാം, എന്താ ഇപ്പം ഉണ്ടായേ? ഷാഹിദിൻ്റെ ചോദ്യമാണ് ഉമ്മാനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അതൊന്നുമില്ലടാ, അത് ഉമ്മ വെറുതെ പറയാണ്. ഉമ്മാൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഈ ആലോചന. എന്താണെങ്കിലും എന്നോട് പറയുമ്മ. എനിക്ക് പരിഹാരം കാണാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹാരം കാണാം. ഷാനയുടെ ഉമ്മ റൂമിൻ്റെ പുറത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവൻ്റെ പെണ്ണിനെ കണ്ടപ്പോഴേ എളാമ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഷാനുവിന് കണ്ട കുട്ടിയില്ലേ, ആ കുട്ടിക്ക് വലിയ പ്രണയം ഉണ്ടാവും. അതാവും ഷാനുവിനെ പോലെ ഒരാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുന്നതെന്ന്. നീ പറഞ്ഞ പോലെ ഷാനു ആ കുട്ടിയെ ഇരിക്കുമ്പോൾ പാലും കരിക്കട്ടയും പോലെയല്ലേ? അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഷാനുവിനെ പോലെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എളാമ പറഞ്ഞത്. എളാമ പറഞ്ഞത് പൂർണ്ണമായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. എളാമയെ പോലെ എനിക്കും നല്ല പോലെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞെന്നില്ലായുള്ളൂ. അവൾക്ക് കിട്ടിയൊരു ആയുധമാവും ഷാനു. എന്ന് വെച്ചാൽ അവളെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നാൽ അവരുടെ പ്രണയം അവർക്ക് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ലൈസൻസ് ആണെന്ന് ഈ വിവാഹം. ഉമ്മ നോക്കിക്കോ, മിക്കവാറും ആ കുട്ടി പഴയ കാമുകൻ്റെ കൂടെ പോവും. അങ്ങനെ വല്ലതും ഉണ്ടാവുമോ മോനെ? ഉമ്മ എന്തിനാ പേടിക്കണേ? അങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷിക്കല്ലേ വേണ്ടേ?
ഈ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ ഊഹിച്ച പോലെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ അവൾ അവൻ്റെ ഒപ്പം പോകുന്നുള്ളത് ഉറപ്പായ കാര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ലേ? അതെങ്ങനെ? ഈ ഉമ്മാൻ്റെ തലകൊക്കെ എന്താ കളിമണ്ണാണോ? അവൻ ഉമ്മാൻ്റെ തലക്ക് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണ്ടേ ഷാഹി? എൻ്റെ ഉമ്മ ആ കുട്ടി ഇവനെ ഇട്ടേച്ച് പോയ കാമുകൻ്റെ കൂടെ പോയ ഷാനുവിൻ്റെ അവസ്ഥ എന്താ പിന്നെ? അവന് നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടോ? നല്ലതുപോലെ ഉള്ളപ്പോൾ കിട്ടിയില്ല, പിന്നെയാണോ ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടുന്നത്? പിന്നെ ജീവിതകാലം അവന് കൂട്ടും കുടുംബവും ഇല്ലാതെ നടക്കും. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് വിവരമുള്ളവർ പറയുന്നത് കേൾക്കണം. പിന്നെ അവൻ സമ്പാദിക്കുന്നതൊക്കെ ആർക്കാ? ഈ നമുക്ക്. അവൻ്റെ ചിലവിൽ എൻ്റെ വിവാഹം നടക്കും, അവൻ്റെ ചിലവിൽ ഞാൻ കുടുംബമായി ജീവിക്കുകയും ചെയ്യും. കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്ത അവൻക്കെന്തിനാ ഈ സ്വത്തൊക്കെ എന്ന് അവൻ തന്നെ കരുതും. അങ്ങനെ ആ സ്വത്തുക്കളൊക്കെ അവൻ എനിക്ക് എഴുതി തരും. പിന്നെ ഞാൻ ആരാ? കോടീശ്വരനല്ലേ? അതൊക്കെ നടക്കുമോ മോനെ? എല്ലാം നടക്കും. ആദ്യം അവൻ്റെ വിവാഹം ഒന്ന് നടന്നോട്ടെ. നീ പറഞ്ഞ പോലെ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ മോനെ? അവൻ കുറേ നമ്മളെ ഭരിച്ചില്ലേ? ഇനി അതിനുള്ള അവസരം നമുക്കും കിട്ടും. അന്ന് ഞാൻ ശരിക്കും മുതലാക്കും. പിന്നെ അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മായിമ്മയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കണം കേട്ടോ. നീ എന്താ ഉദ്ദേശിച്ചത്? അമ്മായിമ്മ പോലാണോ? അതെ, അത് തന്നെ. ഈ സീരിയലിലൊക്കെ കാണാറില്ലേ? അതുപോലെ തന്നെ. അത് അവൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ചാൻസ് എളുപ്പമാക്കി കൊടുക്കുന്ന പോലെ തോന്നും. കാരണം അമ്മായിമ്മ പോലും സഹിച്ച അധികകാലം ആരും കാമുകനെ മനസ്സിലിട്ട് ഇവിടെ ഒന്നും നിൽക്കൂല. ഞാൻ പറയുന്നത് വല്ലതും ഉമ്മാക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഷാനു അറിഞ്ഞാൽ എൻ്റെ ഉമ്മ ഒന്നും ഷാനു അറിയാൻ പോണില്ല. അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും എനിക്കൊരു ധൈര്യമാണ്. എന്നാലും നീ ഈ ബുദ്ധിയൊക്കെ എവിടെ കൊണ്ട് വെച്ചതായിരുന്നു? സമ്മതിച്ചു നിന്നെ. ആവശ്യം വരുമ്പോഴല്ലേ ഉമ്മ ബുദ്ധി പുറത്തെടുക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് ആവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉമ്മ പോയി പുന്നാര മോനെ ഒരു ചായ ഇട്ട് കൊടുക്ക്. പഴയതിനേക്കാൾ കൂടുതലൊന്ന് സ്നേഹിച്ചേക്ക്. അത് നമുക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാവും. അത് ഞാനേറ്റു ഉമ്മ. പിന്നെ ഒരു കാര്യം, എനിക്കൊരു 1000 രൂപയുടെ ആവശ്യമുണ്ട് കേട്ടോ. ഉമ്മ അവനോട് എന്തെങ്കിലും കളവ് പറഞ്ഞ് ക്യാഷ് എനിക്ക് വാങ്ങിത്തരണം. ഇന്നോ? ഇന്ന് തന്നെ. നിനക്കെന്തിനാ ഇപ്പോൾ പൈസ? അതൊന്നും ഉമ്മ ഇപ്പോൾ അറിയണ്ട. ഉമ്മാക്ക് അവനോട് ക്യാഷ് വാങ്ങി തരാൻ പറ്റുമല്ലേ? ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും കള്ളം പറയാൻ പറ്റുമെന്ന്. മോനെ ഷാനു. ലാപ്ടോപ്പ് ഓഫാക്കി വെച്ച് എഴുന്നേൽക്കാൻ പോകുമ്പോഴാണ് ഡോറിന് മുമ്പിൽ നിന്ന് ഉമ്മാൻ്റെ വിളി കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോഴും ചായയുമായി ഉമ്മ മുൻപിലേക്ക് എത്തിയിരുന്നു. ഞാനിപ്പോൾ വിചാരിച്ചതേയുള്ളൂ ഒരു ചായ കിട്ടിയിരുന്നെങ്കിലെന്ന്. ഇന്ന് എന്തായാലും എൻ്റെ മനസ്സറിഞ്ഞ പോലെ ഉമ്മ ചായയുമായി മുന്നിലെത്തിയല്ലോ. മക്കളെ മനസ്സ് ഉമ്മാർക്കല്ലാതെ പിന്നെ ആർക്കാ മോനെ അറിയാ? അതിനെ അവൻ ഉമ്മാനെ നോക്കിയെന്ന് ചിരിച്ചു. നീ ഇന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ലേ? പോകണം. കുറച്ച് വർക്കുണ്ടായിരുന്നു, അത് തീർത്തിട്ട് പോകാമെന്ന് കരുതി. പലചരക്ക് സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നീ പൈസ തന്നാലേ ഞാൻ ഷാഹിയുടെ കയ്യിൽ കൊടുത്ത് വാങ്ങിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഉമ്മ ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിയത്. അതൊക്കെ കഴിഞ്ഞു മോനെ. വേണമെങ്കിൽ നീ അടുക്കളയിൽ വന്ന് നോക്കേ. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഉടൻ തന്നെ അവൻ പേഴ്സ് തുറന്ന് 3 500 നോട്ടുകൾ എടുത്ത് ഉമ്മാക്ക് കൊടുത്തു. ഇതുകൊണ്ട് എന്ത് കിട്ടാനും മോനെ? ഒരു 3000 രൂപയെങ്കിലും വേണം, എന്നാലേ കുറച്ചെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ കഴിയൂ. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കൊക്കെ എന്താ വില? ഈയിടെ ചിലവ് വല്ലാതെ കൂടുതലാണല്ലോ ഉമ്മ. ഇനി ചിലവ് ഇതിലും കൂടും. ഒരാൾ കൂടി വരാൻ പോവല്ലേ? അതിനൊന്നും മൂളിക്കൊണ്ടവൻ പേഴ്സ് തുറഞ്ഞ് 3 500 നോട്ടുകൾ കൂടെ എടുത്തു കൊടുത്തു. അത് കയ്യിൽ കിട്ടിയപ്പോൾ ഉമ്മാൻ്റെ മുഖത്തെ സന്തോഷം അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്തായി ഉമ്മ, കിട്ടിയോ? കിട്ടി. എന്നും ഇതുപോലെ കള്ളം പറഞ്ഞ് വാങ്ങാൻ പറ്റില്ല കേട്ടോ. അവന് ഭയങ്കര ബുദ്ധിയാ. നമ്മുടെ ഈ കള്ളത്തിലും അവന് കണ്ടുപിടിച്ചാലേ പിന്നെ 5 പൈസ അവനോട് നമുക്ക് കിട്ടില്ല. അറിയാലോ അവൻ്റെ സ്വഭാവം. എന്ത് പറഞ്ഞിട്ടോ ഉമ്മ ക്യാഷ് വാങ്ങിയത്? പലചരക്ക് സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പൈസ വാങ്ങിയത്. എങ്കിലും ഉമ്മ ഒരു കാര്യം ചെയ്യേ. സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. അതിന് ഇവിടെ ഒന്നും വേണ്ട മോനെ, എല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച അവൻ തന്നെ വാങ്ങിയതാണ്. അവനോട് ഞാൻ എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവനത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാലും അവനെ ബോധിപ്പിക്കാൻ എന്തെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ അവനിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നീ അത് വരുമ്പോൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഷാനുവിൻ്റെ വിവാഹം വന്നെത്തി. ഏറെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി അവൻ കാത്തിരുന്ന ആ സുന്ദര ദിവസം. ആളും ബഹളുമായി കല്യാണ വീടെല്ലാം ഒരു ഉത്സവപ്പറമ്പ് പോലെയായിട്ടുണ്ട്. എല്ലാവരിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം ഈ സുന്ദര ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും. അങ്ങനെ കാത്തിരുന്ന ആ സമയം വന്നെത്തി.
ഷാനുവിൻ്റെ നിക്കാഹ് വേണ്ടപ്പെട്ടവരെ സാക്ഷിയാക്കി നിറഞ്ഞ മനസ്സോടെ ഉപ്പ അവളെ നിക്കാഹ് ചെയ്തു കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞ് അവളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ അവളുടെ ഉപ്പാക്കൊരു കാര്യം മാത്രമേ എന്നോട് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ എൻ്റെ മോളുടെ കണ്ണു നിറയാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അതുപോലെ എൻ്റെ മോളെ കണ്ണു നിറയാൻ മോനായിട്ട് അവസരം ഉണ്ടാക്കരുതെന്ന്. എൻ്റെ നെഞ്ചിലെ ശ്വാസം നിലക്കും വരെ ഉപ്പാൻ്റെ മോളെ കണ്ണു നിറയില്ല. അതുപോലെ ഉപ്പാക്ക് ഉറപ്പയോടെയുള്ള ആ വാക്ക് കൊടുത്തുകൊണ്ടവൾ അവളെ കൈപ്പിടിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞു. ഞങ്ങൾ ആ വീടിൻ്റെ പടിയിറങ്ങി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.